അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ. ഇതിനപ്പുറം ലളിതമായിട്ട് അത് പറഞ്ഞുതരാൻ പറ്റില്ല. എഴുത്തച്ഛനെ ഇത് പറഞ്ഞുതരാൻ പറ്റും. എന്താണ് അവിദ്യ? ദേഹമാണ് അഹം, ഞാൻ ശരീരമാണ് എന്ന ചിന്തയാണ് അവിദ്യ. അത് മോഹത്തിൻ്റെ മാതാവാണ്. മോഹത്തെ ഉണ്ടാക്കുന്നതാണ് ഏത്? ഞാൻ ശരീരമാണ് എന്ന ചിന്ത. ഞാൻ ശരീരമാണ് എന്ന ചിന്തയിൽ നിന്നാണ് എല്ലാവിധ മോഹങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ആ മോഹം മാറ്റണത് വേണം. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്ന ചിന്തയാണ് മോഹത്തെ നശിപ്പിക്കുന്ന ഒരേ ഒരു വസ്തു. അതെന്താണ്? അതാണ് വിദ്യ. ആ വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോഹത്തെ നശിപ്പിക്കാം. അപ്പോൾ ഇവിടെ പറയാണ്, അവിദ്യയെയും അവിദ്യാ കാര്യങ്ങളെയും നിഷേധിച്ചതായി അറിയാൻ എന്ത് വേണം? ശോകമോഹങ്ങളെ നിഷേധിക്കണം. ശോകമോഹങ്ങളെ നിഷേധിക്കണം. അപ്പോൾ ശോകമോഹങ്ങളെ നിഷേധിക്കണം എന്ത് വേണം? അവിദ്യാ കാരകങ്ങളെയൊക്കെ നിഷേധിക്കണം. എന്ത് വേണം? ആത്മജ്ഞാനം നേടിയവർക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറയുന്നത് ഏകാന്ത ചേതസ വിദ്യാഭ്യാസം ചെയ്യണം. ആ വിദ്യാഭ്യാസം ഏതാണ്? ആത്മജ്ഞാനം നേടൽ, ബ്രഹ്മജ്ഞാനം നേടൽ. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ തന്നെയാണ് നമ്മൾ കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മവിദ്യ അറിഞ്ഞയാൾ ബ്രഹ്മം തന്നെ. ശരിക്കും പറഞ്ഞാൽ ആരാ ഈശ്വരൻ? നമ്മളിൽ നിന്ന് ഭിന്നമല്ല ഈശ്വരൻ എന്ന് പറയാൻ കാരണം അതാണ്. അനന്യശ്ചിന്തയന്തോ മാം എന്ന് ഭഗവത്ഗീത പറയും. നമ്മളിൽ നിന്ന് ഭിന്നമല്ല ഈശ്വരൻ. ഈശ്വരൻ നമ്മളിലുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാ ദുഃഖങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും ജീവിതത്തിലെ എല്ലാ പരിഭ്രമങ്ങളെയും എല്ലാ സംഘട്ടനങ്ങളെയും എല്ലാ സന്ദിഗ്ധ അവസ്ഥകളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ടെൻഷനെയും ഇല്ലാതാക്കാൻ പര്യാപ്തമാണ്. എന്നിൽ ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോൾ എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്തുന്നതാണ് ഉപനിഷത്ത് പഠനം. എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്തി ഉയർത്തി അത് ഉറപ്പിക്കാനാണ് എന്ത്? ഉപനിഷത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങനെ അവിദ്യയിൽ നിന്നും സംസാരത്തിൽ നിന്നും കരകയറ്റുന്ന ആത്മൈകത്വജ്ഞാനമായിരിക്കണം. ആത്മൈകത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമാണ് ഏകമായിട്ട് ഉള്ളത് എന്ന ജ്ഞാനമാണ് എന്ത്? നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം?